ആയങ്കിയുടെ വീട്ടിൽ പോലീസ് പരിശോധന. വീട്ടുകാരുടെ മൊഴിയെടുക്കുകയാണ് ഇപ്പോഴും. ആയങ്കിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് തലശ്ശേരി കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഫോൺ കണ്ടെത്താൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ് പോലീസിന്റെ നിലപാട്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ അവിടെ നിന്ന് ചേരുന്നു. നിഖിൽ, ഇയാളുടെ എവിടെയുള്ള വീട്ടിലാണ് പോലീസ് എത്തിയത്? ഇപ്പോഴും മൊഴിയെടുക്കുകയാണോ? ആരൊക്കെയാണ് അവിടെ ഉള്ളത്? എന്തൊക്കെയാണ് പോലീസിന്റെ മറ്റ് നടപടിക്രമങ്ങൾ? സനീഷ്, ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 12:15 കൂടിയാണ് കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള 5-അംഗ സംഘം അർജുൻ ആയങ്കിയുടെ അഴീക്കോട് കപ്പക്കടവിലുള്ള വീട്ടിലേക്ക് എത്തിയത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അർജുൻ്റെ അമ്മ മാത്രമാണ് ഈ വീട്ടിലുള്ളത് എന്നുള്ളതാണ്. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള CIയുടെ നേതൃത്വത്തിൽ 5-അംഗ സംഘമാണ് നിലവിൽ ഈ വീട്ടിൽ ഉള്ളത്. 12:15 തന്നെ ഇവർ ഇവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോഴും ഇവർ വീട്ടിനകത്ത് തുടരുകയാണ്. പരിശോധനകൾ നടത്തുന്നു. ഒപ്പം തന്നെ വീട്ടുകാരുടെ, അതായത് അമ്മയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ കസ്റ്റഡി അപേക്ഷയിൽ ഉൾപ്പെടെ പോലീസ് പറയുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ഉൾപ്പെടെ ഉപയോഗിച്ച മൊബൈൽ ഫോൺ അത് കണ്ടെത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ പോലീസിൻ്റെ അന്വേഷണം വഴിതിരിച്ചു വിടുന്നതിൻ്റെ ഭാഗമായി ഈ മൊബൈൽ ഫോണുകൾ ആളുകൾ മാറി മാറി ഉപയോഗിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്താൻ ആ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട് എന്നതാണ് കസ്റ്റഡി അപേക്ഷയിൽ ഉൾപ്പെടെ പ്രധാനമായും പോലീസ് പറയുന്നത്. അതിനുള്ള ഒരു പരിശോധന കൂടി വീട്ടിൽ നടത്തുന്നു എന്നതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്രയും സമയമായും വീട്ടിനകത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തുടരുന്നുണ്ട്. വിശദമായ പരിശോധന തന്നെ വീട്ടിൽ നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അർജുനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ഇന്നാണ് തലശ്ശേരി CJM കോടതിയിൽ ഈ സൈബർ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. 5 ദിവസം കസ്റ്റഡിയിൽ വേണം എന്നുള്ളൊരാവശ്യമാണ് പോലീസിന് ഉള്ളത്. പ്രധാനമായും ഫോൺ കണ്ടെത്തുക, ഒപ്പം തന്നെ രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും സഹായിച്ച ആളുകളെ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക. മാത്രമല്ല, ഈ അർജുൻ ആയങ്കി 5-ാം തീയതി തന്നെ കണ്ണൂരിലെത്തി പലയിടങ്ങളിൽ ജില്ലയിൽ സഞ്ചരിച്ചതായുള്ള വിവരമുണ്ട്. ആരൊക്കെ സഹായിച്ചു എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തുകയാണ് അന്വേഷണത്തിന്റെ ലക്ഷ്യം. ശരി, നന്ദി.